Hello guys, welcome to my yet another day of game building. അതാണ് ശരിയല്ലേ? A few moments later. എന്താ പറയാ? Hello guys, welcome to my YouTube channel. So ഇന്ന് നമ്മൾ പുറത്ത് പോയി നല്ല അടിപൊളി ജാപ്പനീസ് ബാർബിക്യൂ കഴിക്കാൻ പോവുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് വി ഹാവ് ന്യൂ പ്ലാൻസ്. പക്ഷെ ആ പ്ലാൻസ് ഇതുവരെ ഡിസൈഡ് ആയിട്ടില്ലല്ലേ? ഓക്കെ, ആ പ്ലാൻസ് ഡിസൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോണ വഴിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ഫോർ ജാപ്പനീസ് ബാർബിക്യൂ. മേ ബി എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുന്നേ ഈ സെയിം സ്പോട്ടിലേക്ക് ഒരു പ്രാവശ്യം പോയിട്ട് ഒരു അടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്രാവശ്യം എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണണം എന്നുള്ളവർ ആ വീഡിയോ പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് കിക്കു ഫീസ് ബാർബിക്യൂ കഴിക്കാൻ പോവാണ്. അടിപൊളി ജാപ്പനീസ് ബാർബിക്യൂ റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു റെസ്റ്റോറൻ്റാണ് അത്. ഇന്നാണെങ്കിൽ ഞാൻ ക്രോസ്ഫിറ്റ് പോയിട്ട് അടിപൊളി വിശപ്പായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും മാക്സിമം കഴിക്കാനുള്ളൊരു മൈൻഡ് സെറ്റായിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ കാറിലോട്ടോ സോങ് ഉണ്ട് കേട്ടോ. പുതിയ ലിങ്കിൻ പാർക്കിൻ്റെ സോങ് റിലീസായിട്ടില്ലേ? ഇപ്പോൾ എപ്പോൾ നോക്കിയാലും അത് തന്നെയാണ് കാറിലോട്ടോ. അത് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു വൈബ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആക്ച്വലി സിയാറ്റിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഒന്നുമില്ല, ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. ഈ പോകുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് സൈഡിലും കുറേ ഷിപ്പുകളും ബോട്ടുകളും ഒരു ഷിപ്പ് യാർഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ കൃത്യമായി എത്തിയപ്പോൾ തന്നെ ആ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ ഏതെങ്കിലും ഷിപ്പ് ക്രോസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആ ബ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ആവും, പിന്നെ ക്ലോസ് ആവും, അങ്ങനെ. അപ്പം നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിട്ടോ. ഇത് ഒരു ജാപ്പനീസ് മോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരുടെ സൂപ്പർ മാർക്കറ്റ്, കഫേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. സോ നമ്മൾ ജാപ്പനീസ് ബാർബിക്യൂ സ്പോട്ടിൽ എത്തിയിട്ടോ. ദിസ് ഇസ് കാൾഡ് നിക്കു ഫീസ് ബാർബിക്യൂ. ഓൾ യു ക്യാൻ ഈറ്റ് ബാർബിക്യൂ ആണ്. നല്ല തിരക്കുണ്ടാവാറുണ്ട് യൂഷ്വലി. ഈ ടൈമിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു 11 ആകുമ്പോൾ എത്തിയിട്ടോ. അപ്പോൾ ഒരു 12 ആകുമ്പോഴേക്കും ആൾക്കാർ ഭയങ്കര റഷായിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിനകത്ത്. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എത്ര പേർക്ക് ചെറുപ്പത്തിൽ കാർട്ടൂൺ ഇഷ്ടമായിരുന്നു? നമ്മുടെ ഡ്രാഗൺ ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ചെറുപ്പം നോക്കിക്കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് ഫുൾ ടൈം ഇരുന്ന് കണ്ടുവരുന്നതാണ്. ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ അപ്പോഴേക്കും നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് അവരുടെ വെയിറ്റിംഗ് ഏരിയ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അവിടുത്തെ വെയിറ്റർ അവിടെ കൊണ്ടുപോയി ഇരുത്തിട്ടോ. ഇത് നല്ല സീറ്റൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ ഇപ്രാവശ്യം ഇരുന്നത്. അപ്പോൾ ഇരുന്ന വഴിക്കാണ് ഞാൻ സൂപ്പൊക്കെ കൊടുത്തു കേട്ടോ. ഇത് ഒരു ബീഫാണോ പോർക്ക് സൂപ്പായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ബുച്ചുക്കു ആയിട്ട് തിന്നുന്നുണ്ടായിരുന്നു. It's actually yummy. ആപ്പറ്റൈസേഴ്സ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ചിക്കൻ കരാഗിയും പിന്നെ ടക്കിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസ് ആയിട്ട് ഞാൻ കിംച്ചിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് പോക്ക് ഷിനോ മുറി അങ്ങനത്തെ ഒരു പേരായിരുന്നു കേട്ടോ. സോറി, പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കാം കേട്ടോ. ഇത് ഒരു സ്പൈസ് ഒന്നുമില്ല, ഒരു സോൾട്ട് ആൻഡ് പെപ്പർ മാരിനേറ്റഡ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓർഡർ ചെയ്തത്. അത് വെച്ചിട്ടാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ടേബിളുകളുടെയും സെൻറ്ററിലായിട്ടായിരിക്കും നമ്മുടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഗ്രില്ല് അവർ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇതങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അങ്ങനെ ഹീറ്റ് അങ്ങനെ കാര്യമായിട്ട് അടിക്കൊന്നും ചെയ്യില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള എക്സോസ്റ്റ് അവർ എല്ലാ ടേബിളിൻ്റെ ആ സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനീഷ്യലി എനിക്ക് പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര പ്രോ ആയിട്ടാണ് ഇളക്കി മുറിച്ച് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതെന്ത് ഓർഡർ ചെയ്യുന്നതാണെന്നാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, ഇത് ഓരോന്നും പറയാല്ലേ. Last time was better, no? Yeah. I don't know. Last time നന്നായിട്ടുണ്ടായിരുന്നു. കരാക്കി ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. Time lapse. Super. നമ്മുടെ
I don't know. എനിക്ക് സ്റ്റിഫാണ്. അതെ ഇതോ ബേസിക്കലി ലൈക്ക് സാമ്പാർ ടൈപ്പ് ബീഫാണ്. നമ്മുടെ നാട്ടില് ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കുന്ന ഇഷ്ടമില്ല, കൊച്ചി സ്റ്റൈലാണ്. ആക്ച്വലി ഈ സ്ഥലത്തില് നിങ്ങൾ കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ ഇത് ആക്ച്വലി സൂപ്പാണ് കേട്ടോ ഇവിടെ. പക്ഷേ എനിക്ക് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് നമ്മുടെ നാട്ടിൽ ഒരു ബീഫ് സൂപ്പൊക്കെ സ്റ്റ്യൂ ഒക്കെ നമുക്ക് കിട്ടില്ല. നമ്മൾ നല്ല ബ്രെഡിൻ്റെ ഒപ്പൊക്കെ കൂട്ടി കഴിക്കുന്ന ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് കഴിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഫുഡില്ല. എനിക്ക് ആക്ച്വലി ദിസ് റിമൈൻഡ്സ് മീ ഓഫ് ദാറ്റ് ബീഫ് സ്റ്റ്യൂ. ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ബ്രെഡ് കൂട്ടി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് പോർക്ക് കഴിക്കാം കേട്ടോ. ക്രഞ്ചി ഹാർഡ്. പക്ഷേ ഞാൻ കാണിച്ചല്ലോ ഇതിൻ്റെ സൈഡിൽ ഒരു കളർ മാറിയിട്ടില്ലേ, അത് കഴിക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ക്രഞ്ചി, സോ ഗുഡ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സെറ്റാണ് കേട്ടോ ഇത്. ലാമ്പ് ഉണ്ടായിരുന്നു, ലാമ്പ് ചോപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് വാഗ്യൂ ക്യൂബ്സാണ്. വാഗ്യൂ ക്യൂബ്സ് പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു മാരിനേഷനിൽ ഡിപ്പ് ചെയ്ത് കിടക്കേണ്ടതെന്ന് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇറ്റ് വാസ് ലൈക്ക് റിയലി ജ്യൂസി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒടുക്കത്തെ ഫുഡ് അടിയായിരുന്നു കേട്ടോ. അടിയോടടി പൊരിഞ്ഞടി എന്നൊക്കെ പറയില്ല. ഇടയ്ക്ക് ഫോൺ നോക്കുന്നു, വീണ്ടും ഓർഡർ ചെയ്യുന്നു, വീണ്ടും പൊരിക്കുന്നു, വീണ്ടും കഴിക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ കൂടെ വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മാക്സിമം മുതലാക്കി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഫുഡ് അടിക്കായിരുന്നു കേട്ടോ. വീണ്ടും ആപ്പറ്റൈസേഴ്സ് ഓർഡർ ചെയ്യുന്നു, വേറെ മീറ്റ് ഓർഡർ ചെയ്യുന്നു, അങ്ങനെ പൊരിഞ്ഞടിയുണ്ടായിരുന്നു അവിടെ. One eternity later. How was it? അടിപൊളിയായിട്ടാണ് ഞാൻ മെൻഡിങ് വിത്ത് ഐസ്ക്രീം. ഐസ്ക്രീം സൂപ്പർ ആയിട്ടുണ്ട്. What was your favorite? My favorite was New York style steak and cubes. അതെന്ത് ക്യൂബ്സ് ആയിരുന്നു? വാഗ്യൂ ക്യൂബ്സ്. വാഗ്യൂ ക്യൂബ്സ് സൂപ്പറായിരുന്നു. അത് ഭയങ്കര കഴിച്ചപ്പോൾ ഭയങ്കര ജ്യൂസായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാമ്പ് സൂപ്പറാണ്. ടു ബി ഓണസ്റ്റ് പേഴ്സണലി എനിക്ക് ലാമ്പ് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദാറ്റ് വാസ് സോ ഗുഡ്. ഐ വുഡ് സജസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. ഓ മൈ ഗോഡ്, ഐ ആം സോ ഫുൾ. ഒടുക്കത്തെ ഫുള്ളായിട്ടുണ്ട്. എൻ്റെ വയറിപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. എന്നിട്ടും ഞാൻ ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കാൻ കാണിച്ച എൻ്റെ മനസ്സ് നിങ്ങളാരും മറക്കരുത്. ഇനിയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ പ്ലാൻ ഉണ്ട്. പക്ഷെ ഒരു പ്ലാനും നടന്നില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ബോഡി പെയിനൊക്കെ ആക്ച്വലി ബോഡി വാമായിരിക്കുമ്പോൾ നമുക്ക് പെയിൻ ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പെയിനൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ മുഖം കണ്ട് നിങ്ങൾ ബോറടിക്കേണ്ട. അതെ, ഞാൻ കുറച്ച് നേരം സ്പേസ് നീഡിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓടി വരാം കേട്ടോ. അപ്പോൾ hope you guys enjoyed my video and see you guys in my next video. Until then, bye bye.